Sacred Heart Retreat, a retreat for differently abled people. തിരുഹൃദയ ധ്യാനം, ഭിന്നശേഷിക്കാർക്കായുള്ള തിരുഹൃദയ ധ്യാനം. ലോകം മുഴുവൻ്റെയും പാലകനായ ഈശോയെ, കർത്താവിൻ്റെ കണ്ണുകൾ നീതിമാന്മാരുടെ നേരെയും അവിടുത്തെ ചെവികൾ പ്രാർത്ഥനയുടെ നേരെയും തുറന്നിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ തേടുന്നു. പൂർണ്ണമായും നീതിമാന്മാരാകുവാൻ കഴിയാത്തവരാണ് ഞങ്ങൾ. എത്ര അയോഗ്യരായിരുന്നാലും ആ ഹൃദയത്തിൽ ഒരിടം നമുക്ക് ഈശോ തരാതിരിക്കില്ല. ഏശയ്യ 40:29 പറയുന്നു, തളർന്നവന് അവിടുന്ന് ബലം നൽകുന്നു, ദുർബലന് ശക്തി പകരുകയും ചെയ്യുന്നു. എൻ്റെ സാധുവായ കുഞ്ഞെ, ആകുലപ്പെടേണ്ട എന്ന് ഈശോയുടെ കണ്ണുകൾ നമ്മോട് പറയുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും കൃപയും നിത്യജീവനും ഉണ്ടാകട്ടെ. ഇന്ന് നമുക്ക് വചനം പങ്കുവയ്ക്കാൻ എത്തിയിരിക്കുന്നത് റവറൻഡ് ഫാദർ ജിത്തോ അറക്കൽ, ഫരീദാബാദ്, ഡൽഹി. അച്ഛനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അച്ഛൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും പ്രകാശം നിറഞ്ഞതാവട്ടെ. കൂടുതൽ നന്മകൾ ചെയ്യാൻ അച്ഛന് സാധിക്കട്ടെ. ദൈവം ധാരാളമായി അച്ഛനെ അനുഗ്രഹിക്കട്ടെ. മാനവരക്ഷകനേ, നരനു വിമോചനമേകിടുവാൻ നരനായി വന്നു പിറന്നവനേ, മിശിഹാ കർത്താവേ, മാലാഖമാരുത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ. മാലാഖമാരുത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ. പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവേ, നീ പരിശുദ്ധൻ. പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവേ, നീ പരിശുദ്ധൻ. മിശിഹാ കർത്താവേ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായിലേറെ പ്രിയമുള്ളവരെ, തിരുഹൃദയ തിരുനാളോടനുബന്ധിച്ച് നമ്മൾ നടത്തുന്ന ഈ പ്രാർത്ഥന ശുശ്രൂഷയിലേക്ക് ഏവരെയും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. തിരുഹൃദയ തിരുനാളോടനുബന്ധിച്ച് ചിന്തിക്കുമ്പോൾ ഇന്നത്തെ ഈ കൊറോണയുടെ സാഹചര്യമെല്ലാം വെച്ച് നോക്കുമ്പോൾ ഏറ്റവും മനസ്സിലേക്ക് ഓടിയെത്തുന്ന വചനഭാഗം ഇതാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 28-ാം വാക്യം. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങൾ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമുള്ളതാകിയാൽ എൻ്റെ നുകം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവിൻ, അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. ഇന്നത്തെ ഈ സാഹചര്യത്തിൽ, കൊറോണയുടെ സാഹചര്യത്തിൽ, കൊറോണയുടെ ബുദ്ധിമുട്ടുകൾ ഇവിടെ ഇന്ന് ലോകം ഒത്തിരി കടന്നു പോവാണ്. ഇന്ന് ആൾക്കാർ ഒത്തിരിയേറെ വിഷമിക്കുന്നു. പത്രം തുറന്നാലും TV തുറന്നാലും എല്ലാം ഈ പേടിപ്പെടുത്തുന്ന കൊറോണയുടേതായ പേടിപ്പെടുത്തുന്ന വാർത്തകളാണ് അനുദിനം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. വീടിന് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല, എന്തിന് പള്ളിയിൽ പോകാൻ പറ്റുന്നില്ല, ഇഷ്ടപ്പെട്ടവരെയോ കൂട്ടുകാരെയോ ബന്ധുക്കളെ അവരൊന്നും നമുക്ക് കാണാൻ സാധിക്കാതെ ഒറ്റപ്പെട്ട ഒരു തുരുത്തിലേക്ക് നമ്മൾ പലപ്പോഴും അകപ്പെട്ടു പോവാണ്. ഇത്രത്തോളം വിഷമത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾക്ക് ഏറ്റവും ആശ്വാസം ലഭിക്കുന്ന ഒരു ഇടം എന്ന് പറയുന്നത് കർത്താവിന്റെ തിരുഹൃദയമാണ്. ഇന്ന് ലോകത്തിലെ പല സ്ഥലങ്ങളിലും പലരും പറയും, നിങ്ങൾ എൻ്റെ അടുക്കിലേക്ക് വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാൻ, നിങ്ങൾക്ക് സന്തോഷം നൽകാം, നിങ്ങൾക്ക് വേണ്ടതെല്ലാം നൽകാമെന്ന് പറയുന്ന ഒത്തിരി പേര് ലോകത്തിലുണ്ടാവും. പക്ഷെ അതൊരിക്കലും സ്ഥായിയായ ഒരു സന്തോഷമോ ഒരു സമാധാനമോ ഒന്നും നമുക്ക് ലഭിക്കില്ല. വചനത്തിൽ പറഞ്ഞു വെക്കുന്നു, കർത്താവിന്റെ ഒപ്പം വിരുന്ന് കഴിച്ച് 5,000 പേർക്ക് കൊടുത്തപ്പോഴും പല പ്രാവശ്യം അങ്ങനെ തമ്പുരാൻ വിരുന്ന് നടത്തിയപ്പോൾ അവരെല്ലാം തൃപ്തരായി എന്നാണ് വചനം പറഞ്ഞു വെക്കുക. അപ്പൊ നമ്മുടെ ജീവിതം ഈ ഒരു തൃപ്തിയിലേക്കാണ് നമുക്ക് വരേണ്ടത്. പഴയ നിയമത്തിൽ നിന്ന് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ
തമ്പുരാന്റെ ആ ഒരു പിതാവായ ദൈവത്തിന്റെ ആ ഒരു മനോഭാവത്തിൽ വ്യത്യസ്തതയാണ് നമ്മൾക്ക് അവിടെ കാണാൻ സാധിക്കുക. ഇസ്രായേൽ ജനം പഴയ നിയമത്തിൽ ദൈവത്തെ കാണുന്നത് പേടിപ്പെടുത്തുന്ന, ശിക്ഷിക്കുന്ന ഒരു ദൈവത്തെയാണ് പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനത്തിലൂടെ നമ്മൾ കണ്ടുമുട്ടുക. പക്ഷെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അടിമുടി മാറിയ ഒരു ദൈവത്തെയാണ് നമ്മളിവിടെ കാണുക. സ്നേഹത്തിന്റെ, കാരുണ്യത്തിന്റെ ഒരു മൂർത്തിഭാവമായ ദൈവത്തെയാണ് നമ്മളിവിടെ കണ്ടുമുട്ടുക. തന്റെ ജനത്തോടുള്ള, മനുഷ്യരോടുള്ള സ്നേഹത്തെ പ്രതി തന്റെ ഏകപുത്രനെ പോലും മനുഷ്യർക്ക് നൽകുവാൻ അത്രത്തോളം സ്നേഹം കാണിച്ച ഒരു പിതാവായ ദൈവത്തെ പുതിയ നിയമം വരച്ചു കാട്ടുന്നു. കാര്യത്തൊഴുത്തിൽ ഒന്നുമില്ലാത്തവന്റെ വേദനയും വിഷമവും അറിഞ്ഞുകൊണ്ട് ജനിച്ച ഒരു പുത്രനായ ദൈവം തന്റെ ജീവിതത്തിലൂടെ അനുനിമിഷം പാവങ്ങളോട്, വേദനിക്കുന്നവരോട്, വിഷമിക്കുന്നവരോടും ഒപ്പം സഞ്ചരിച്ച ഒരു ദൈവം അവസാനം നമുക്ക് എല്ലാവർക്കും വേണ്ടി നീതിമാന അവൻ ക്രൂശിക്കപ്പെടുന്നു. വേദന അനുഭവിച്ച് അവൻ മരിക്കുന്നു. മൂന്നാം ദിവസം അവൻ എല്ലാത്തിനും മേലെ ഉയർക്കുന്നു. നമ്മുടെ ജീവിതങ്ങളിൽ ഇപ്രകാരമുള്ള ഒരു ഉയർപ്പാണ് ആവശ്യം. നമ്മുടെ എല്ലാവരുടെയും ജീവിതങ്ങളിൽ ഇതേപോലെ ഒരു പീഡാസഹനത്തിന്റെ ഒരു കാൽവരി യാത്ര ഉണ്ടാകും പല നിമിഷങ്ങളിലായിട്ട്. പക്ഷെ എല്ലാത്തിനും ഒരു ഉയർപ്പുണ്ട്. ആ ഒരു ഉയർപ്പിലേക്കാണ് നമ്മുടെ ജീവിതങ്ങൾ എത്തേണ്ടത്. ആ ഒരു ഉയർപ്പാണ് നമ്മുടെ ജീവിതത്തിൽ കണ്ടെത്തേണ്ടത്. ഞാനിപ്പോൾ പഞ്ചാബ് മിഷനിലാണ് ആയിരിക്കുന്നത്. ഈ പഞ്ചാബ് മിഷനിൽ ദൈവത്തെ കണ്ടുമുട്ടുന്ന ഒത്തിരി മനുഷ്യരെ അനുനിമിഷം കാണാൻ സാധിക്കാറുണ്ട്. എന്റെ വിശ്വാസത്തെ പോലും ചോദ്യം ചെയ്യുന്ന രീതിയിൽ പലരുടെയും വിശ്വാസം ഞാനിവിടെ കണ്ടുമുട്ടിയിട്ടുണ്ട്. അപ്പോഴെല്ലാം ആ വ്യക്തികളുടെ, ഈ വിദ്യാഭ്യാസമില്ലാത്ത ഈ പാവപ്പെട്ട മനുഷ്യരുടെ വിശ്വാസം പലപ്പോഴും എന്റെ വിശ്വാസത്തെ പിടിച്ചു കുലുക്കിയിട്ടുണ്ട്. ഏറ്റവും പ്രത്യേകമായിട്ട് പറയുവാണെങ്കിൽ, ഞങ്ങളുടെ ഇവിടെ ജോലിക്ക് വരുന്ന ഞങ്ങളൊരു ദീദിയുണ്ട്. ഞങ്ങൾ ദീദിനെ വിളിക്കുക. ആ ദീദിക്ക് 6 മക്കളാണുള്ളത്. ദീദി മാമോദിസ സ്വീകരിച്ചു. ദീദിയുടെ 3 മക്കളും. പക്ഷെ ഒരു മോള് മാത്രം മാമോദിസ മുങ്ങാതെ അവിടെ ഒറ്റപ്പെട്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഈസ്റ്ററിനോടനുബന്ധിച്ച് സിസ്റ്റേഴ്സ് ഇവിടെ വന്നു. ഒരു ഹോം മിഷൻ പോലെ എല്ലാ വീടുകളും കയറി വന്നു. അവസാനമായപ്പോൾ ഈ ദീദിയുടെ വീട്ടിൽ കയറി അവരോട് സംസാരിച്ചു. ആ മോളെ കയറി കൗൺസിലിംഗ് നടത്തി. അപ്പോൾ അവർക്ക് മാമോദിസ വേണമെന്ന് അവൾ ഞങ്ങളോട് ആവശ്യപ്പെട്ടു. അതുവരെ ഞങ്ങളുടെ അച്ഛന്മാരെയും സിസ്റ്റേഴ്സിനെ കാണുമ്പോൾ ആ പെൺകൊച്ച് ഇപ്പോഴും മാറിയ നിന്നിരുന്നേ. അങ്ങനെ ചിരിക്കില്ല, ഞങ്ങളെ കണ്ടാല് അങ്ങനെ സംസാരിക്കില്ലായിരുന്നു. പിറ്റേ ദിവസം അവൾ പറഞ്ഞതനുസരിച്ച് അവൾക്ക് ഞങ്ങൾ മാമോദിസ കൊടുത്തു. മാമോദിസ കിട്ടിയ നിമിഷം മുതൽ അവളുടെ മുഖത്തെ ആ പുഞ്ചിരി എന്നെ സത്യം പറഞ്ഞാൽ വളരെ അതിശയിപ്പിച്ച ഒരു പുഞ്ചിരിയാണ്. വളരെ പ്രസന്നതയോടെയാണ് അവൾ എപ്പോഴും അവളെ കാണുന്ന ആ ഒരു പ്രസന്നതയോടെയാണ് ഞങ്ങളോട് സംസാരിക്കുമ്പോൾ ആ പേടി അവൾക്ക് മാറി. വളരെ മുഖത്തൊരു പ്രസാദം. നാട്ടിൽ പലപ്പോഴും നമ്മൾ മാമോദിസ സ്വീകരിച്ചവരാണ്. നാട്ടിൽ പലപ്പോഴും ഇങ്ങനെയുള്ള മാമോദിസ പരിപാടികൾ നമ്മൾ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷെ അപ്പോൾ പോലെ എനിക്കിങ്ങനെ അനുഭവം ഉണ്ടായിട്ടില്ല. മാമോദിസ എന്ന് പറയുന്ന ആ ഒരു ദൈവിക ദാനത്തിന്, ദൈവിക കൃപയ്ക്ക്, കൂദാശയ്ക്ക് ഇത്രയധികം ശക്തി ഉണ്ടെന്ന് ആ ഒരു കുട്ടി എന്നെ ബോധ്യപ്പെടുത്തത്. ഇപ്രകാരം തമ്പുരാനോട് ചേർന്ന് നിൽക്കുന്ന നമുക്ക് എല്ലാവർക്കും ശക്തമായൊരു സമാധാനം, ഒരു സംതൃപ്തി നമ്മുടെ ജീവിതങ്ങളിലേക്ക് ലഭിക്കുന്നുണ്ട്. നമ്മൾ പലപ്പോഴും വേദനയാൽ, വിഷമങ്ങളാലും ബുദ്ധിമുട്ടി ജീവിക്കുന്നവരാണ്. എവിടെ പോകണമെന്ന് അറിയില്ല. എപ്പോഴും ജീവിതത്തിൽ വേദനയും വിഷമങ്ങളും മാത്രമാണ് നമുക്ക് കൂട്ടുക. അപ്പോൾ നമ്മൾ ചിന്തിക്കും, എന്നെ ആർക്കും വേണ്ട, ഞാൻ ഒറ്റപ്പെട്ടവനാണ്, എന്നൊന്നിനും കൊള്ളില്ല, എനിക്ക് കുറവുകളുള്ളതിന്റെ പേരിൽ എല്ലാവരും എന്നെ ഉപേക്ഷിക്കാം. പക്ഷെ നമുക്ക് ചിന്തിക്കാം, ഒരിക്കൽ പോലും നമ്മൾ ഉപേക്ഷിക്കാത്ത, നമ്മുടെ തെറ്റുകൾക്കും കുറ്റങ്ങൾക്കും അനുസരിച്ച് നമ്മളെ ശിക്ഷിക്കാത്ത, സ്നേഹം കൊണ്ട് മാത്രം പൊതിയുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് കുമ്പസാരക്കൂട്. നമ്മുടെ ഓരോരുത്തരുടെ വ്യക്തിപരമായ ചെറുതും വലുതുമായ പാപങ്ങൾ ചെവി അറിയാതെ ദൈവം പൊതിഞ്ഞു പിടിക്കുന്ന ഒരു സ്ഥലമാണ് കുമ്പസാരക്കൂട്. ഇത്രയും വലിയ സ്നേഹം ആർക്കാ കാണിക്കാൻ പറ്റിയ? ഉദാസീനങ്ങളിലൂടെ നമ്മളെ തള്ളിപ്പറയുമ്പോഴും ഒറ്റപ്പെടുത്തുമ്പോഴും ഇതെല്ലാം പറഞ്ഞിട്ട് ദൈവം നമുക്ക് വേണ്ടി വിഭജിച്ച് വരിക. നമ്മുടെ ഹൃദയങ്ങളിലേക്ക് കുറവുകളുള്ള, ബലഹീനതകളുള്ള നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ദൈവം എഴുന്നള്ളി വരിക, നമ്മളെ സ്വന്തമാക്കാൻ, തൻ്റെതാക്കി മാറ്റാനായിട്ട്. ഇത്രയും വലിയ സ്നേഹം വേറെ ആർക്കാ ഉള്ളത്? മനുഷ്യൻ എന്താണെന്നും അവന്റെ വേദന എന്താണെന്നും വ്യക്തമായി അറിഞ്ഞൊരു ദൈവമാണ് നമുക്കുള്ളത്. ഇതൊന്നും അറിയാത്തൊരു ദൈവമല്ല നമ്മുടേത്. അതിന്റെ പേരിൽ നമ്മുടെ ഒപ്പം സഞ്ചരിക്കുന്ന ദൈവം എന്ന് തന്നെ നമുക്ക് തമ്പുരാനെ പറയാം. നമ്മൾ നാടൻ ഭാഷയിൽ നമ്മൾ പറയും, കാരുണ്യവും സ്നേഹമുള്ള വ്യക്തികളെ നമ്മൾ ഹൃദയമുള്ളവൻ എന്നാ പറയുക.
ഈ പറഞ്ഞ കാരുണ്യവും സ്നേഹവും ദയവും ഇല്ലാത്തവന് ഹൃദയമില്ലാത്തവൻ എന്ന് പറയും. ഈ വചനം പുതിയ നിയമം മുഴുവനും പറയുന്നത് ഹൃദയമുള്ള ഒരു ദൈവത്തെയാണ് നമുക്ക് കാണിച്ചു തരുന്നത്. അവന് പലപ്പോഴും വചനത്തിൽ പറയാ ജനത്തോട് അവന് അലിവ് തോന്നി എന്നാ പറയുന്നത്. അവൻ ഇടയിലില്ലാത്ത ആടുകളെ പോലെ ആയിരുന്നു. അവരോട് അലിവ് തോന്നി. അവന് തലയിൽ കൈവച്ച് അവനെ സൗഖ്യപ്പെടുത്തി. ഞാൻ നിനക്ക് എന്താ ചെയ്തു തരണ്ടേ എന്ന് ചോദിക്കുന്ന ഒരു ദൈവം. നിന്റെ പാപങ്ങളെല്ലാം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു, ഞാനും നിന്നെ വിധിക്കുന്നില്ല, മേലിൽ പാപം ചെയ്യുന്നത്. ഇത്രത്തോളം അലിവുള്ള ഒരു ഹൃദയത്തിന് ഉടമയായ ദൈവത്തെയാണ് പുതിയ നിയമം നമ്മുടെ മുമ്പിൽ വലിച്ചു കാട്ടുക. ഈ ഒരു തിരുഹൃദയത്തിന്റെ തിരുനാളാണ് നമ്മളിവിടെ ആഘോഷിക്കാൻ വേണ്ടി ഒരുങ്ങുന്നത്. നമ്മുടെ ഹൃദയങ്ങളെ തമ്പുരാന് സമർപ്പിക്കാം. തിരുഹൃദയങ്ങളാണ്, തിരുക്കുടുംബം പോലെ. എങ്ങനെ ഒരു കുടുംബം തിരുക്കുടുംബമാവുന്നത്? മറ്റുള്ളവരെ അംഗീകരിച്ചും സ്നേഹിച്ചും ജീവിക്കുമ്പോൾ മാത്രമാണ് ഒരു കുടുംബം തിരുക്കുടുംബമായിട്ട് മാറുന്നത്. സാധാരണ ഒരു കഥ പറഞ്ഞു കേൾക്കുന്ന ഇപ്രകാരമാണ്. ഒരു വ്യക്തി വന്ന് ഔസപിതാവിനോട് ചോദിക്കുകയാണ്, ഔസപിതാവെ, എങ്ങനെയാണ് നിങ്ങളുടെ ഈ കുടുംബം തിരുക്കുടുംബമായിട്ട് മാറിയത്? അപ്പൊ ഔസപിതാവ് പറയാ, അതിനെല്ലാത്തിനും കാരണം മറിയോ ഉണ്ണീശോ ആണെന്ന് ഔസപിതാവ് പറഞ്ഞേക്കും. അപ്പൊ ആള് വന്ന് മാതാവിനോട് ചോദിക്കും, മാതാവേ, എന്തുകൊണ്ടാ നിങ്ങളുടെ ഈ നസ്രത്തിലെ ഈ കുടുംബം തിരുക്കുടുംബമായിട്ട് മാറിയത്? അപ്പൊ മാതാവ് പറയും, അതിനെല്ലാത്തിനും കാരണം ഔസപിതാവും ഉണ്ണീശോ ആണെന്ന് മാതാവും പറയും. അവസാനം ഉണ്ണീശോയോട് ചോദിക്കുമ്പോൾ ഉണ്ണീശോ പറയും, എൻ്റെ അപ്പനമ്മയാണെന്ന് പറയും. ഇതേപോലെ മറ്റുള്ളവരെ നമ്മൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ മറ്റുള്ളവരെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും നമ്മൾ എന്ന് തുടങ്ങുന്നോ അന്ന് മുതൽ അവിടെ തിരുക്കുടുംബമായിട്ട് മാറും. നമ്മുടെ ഹൃദയം തിരുഹൃദയങ്ങളായിട്ട് മാറും. മറ്റുള്ളവരെ അവർ കുറവുകളോട് അംഗീകരിക്കുമ്പോൾ, സ്നേഹിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും തിരുഹൃദയങ്ങൾക്ക് ഉടമയാണ്. നമ്മുടെ ചുറ്റുപാടുള്ള ഓരോ വ്യക്തികളും ഒത്തിരിയേറെ കുറവുകളുള്ളവരാണ്. പെർഫെക്റ്റ് എന്ന് പറയാവുന്ന ആരും ഈ ലോകത്തില്ല. പക്ഷേ ഈ ഇംപെർഫെക്ഷനെ നമ്മൾ ഈ കുറവുകളെ അംഗീകരിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും തമ്പുരാന്റെ ഹൃദയത്തോട് ചേരുവാണ്. ആ ഒരു ചേരലാണ് നമ്മുടെ ജീവിതങ്ങളിലേക്ക് ആവശ്യമായിട്ട് വേണ്ടത്. നമ്മളായിരിക്കുന്ന അവസ്ഥകളെ അംഗീകരിക്കാനും സ്നേഹിക്കാനും പഠിക്കുക. തമ്പുരാൻ നമ്മുടെ ജീവിതത്തിലേക്ക് ഒത്തിരി കുറവുകൾ തന്നിട്ടുണ്ടാവാം. പക്ഷെ ഈ കുറവുകളെല്ലാം അതിലംഘിക്കുന്ന നിറവുകൾ നമുക്ക് തമ്പുരാൻ തന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു കൂട്ടുകാരൻ എന്നോട് പറഞ്ഞു, അവനിപ്പോ സെമിനാരിയനാണ്, അവൻ പുറത്തൊരു കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അവനൊരു പെൺകുട്ടിയോട് ഇഷ്ടം തോന്നി. പക്ഷെ അവനൊരു പറഞ്ഞു, എനിക്ക് മുന്നോട്ട് പോകാൻ തോന്നുന്നില്ല. കാരണം ഫോൺ വഴി ആ കൊച്ചിനെ ഞാൻ കണ്ടിട്ടുള്ളൂ, നേരിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. നേരിട്ട് കാണുമ്പോൾ അവൾക്ക് എന്നെക്കാളും പൊക്കം ഉണ്ടെങ്കിൽ പിന്നെ വലിയ ബുദ്ധിമുട്ടാണ്. സൊസൈറ്റി എന്താ പറയാന്നറിയില്ല, വീട്ടുകാർ എന്താ പറയുക. അപ്പൊ അവന് എപ്പോഴും അകട്ടിക്കൊണ്ടിരുന്ന അവന്റെ പൊക്കം കുറവാണ്, വളരെ പൊക്കം കുറഞ്ഞൊരു പയ്യനാണ്. അപ്പോ അവനോട് ഞാൻ പറഞ്ഞ ചിന്ത ഇപ്രകാരമാണ്, നിനക്ക് പൊക്കക്കുറവുണ്ട്, ശരിയാ. പക്ഷേ നിന്റെ ഈ പൊക്കക്കുറവിനെ അതിലംഘിക്കുന്ന കഴിവുകൾ നിനക്കുണ്ട്. അതെന്താ നീ മനസ്സിലാക്കാതെ? ഒരു പൊക്കക്കുറവിനെ എന്റെ ഒപ്പം ഒരാൾക്ക് ഒരേമിച്ച് നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ടെങ്കിൽ നമ്മളൊരു സ്റ്റൂൾ ഇട്ടുള്ളൂ. ആ സ്റ്റൂളിലാണ് ആ പൊക്കമുള്ള ആൾ കയറി നീങ്ങുമ്പോൾ എന്റെ ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കാൻ പറ്റും. ഇതേപോലെ അവന്റെ പൊക്കക്കുറവിനെ അതിലംഘിക്കുന്ന രീതിയിലുള്ള കഴിവുകൾ ദൈവം അവന് കൊടുത്തിട്ടുണ്ട്. ഒത്തിരിയേറെ കഴിവുള്ളൊരു പയ്യനാണ്. അത് പറഞ്ഞപ്പോൾ അവൻ മനസ്സിലായി, അത് ശരിയാണ്. എൻ്റെ ഈ കുറവിനെ നികത്തുന്ന രീതിയിൽ തമ്മിൽ ഒത്തിരിയേറെ കഴിവുകൾ എനിക്ക് തന്നിട്ടുണ്ട്. പക്ഷെ പലപ്പോഴും നമ്മളത് കണ്ടെത്തുന്നില്ല. നമുക്കുള്ള കഴിവുകളിലേക്ക് നോക്കാതെ മാനുഷികമായ രീതിയിൽ നമ്മളെപ്പോഴും കുറവുകളിലേക്ക് നോക്കിക്കൊണ്ടിരിക്കും. നമുക്കറിയാം, ഒരു ഗ്ലാസ്സിൽ നമ്മൾ പകുതി വെള്ളം എടുത്തു. അപ്പോൾ നമ്മൾ അതിനെ കാണുന്ന കാഴ്ചപ്പാടിലാണ് അത് വ്യത്യസ്തമുള്ളത്. ഞാനിപ്പോൾ അത് കാണുവാണ്, അത്രയും ഗ്ലാസ് ഒഴിഞ്ഞിരിക്കുക, പകുതി ഗ്ലാസ് വെള്ളമേ ഉള്ളൂ. പക്ഷെ മറ്റു രീതിയിൽ എനിക്കത് കാണാൻ സാധിക്കും, പകുതി നിറഞ്ഞ ഗ്ലാസ്. അത്രയും വെള്ളത്തെ നമുക്ക് അംഗീകരിക്കാൻ സാധിക്കും. ജീവിതത്തില് നമുക്ക് ഉള്ള കഴിവുകൾ അംഗീകരിക്കുമ്പോൾ അത് സമൃദ്ധിയാണ്, അത് വളരും. നമ്മൾ അംഗീകരിക്കുന്നില്ല, നമ്മുടെ കഴിവുകളെ കണ്ടെത്തുന്നില്ലെങ്കിൽ നമ്മുടെ ഒപ്പം തന്നെ അത് ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കും. അതിനാൽ ഓരോ നിമിഷം സ്വർഗമാക്കി പോകുക. നമ്മൾ താമസിക്കുന്ന ഇടങ്ങൾ എവിടെയായാലും നമുക്ക് എത്രത്തോളം കുറവുണ്ടായാലും നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷങ്ങളും സ്വർഗമാക്കി മാറ്റുക. നമ്മൾ ജീവിക്കുന്നിടം സ്വർഗമാണെങ്കിൽ നമുക്ക് അതാണ് ഏറ്റവും വലിയ സന്തോഷം. പിന്നെ നമ്മൾ മറ്റു സ്വർഗം തേടിയോ മറ്റു സുഖം തേടി നമ്മൾ പോയില്ല. കാരണം ഞാൻ ജീവിക്കുന്നിടമാണ് എൻ്റെ സ്വർഗം. ഈ ഒരു അംഗീകാരമാണ് വേണ്ടത് നമ്മുടെ ജീവിതത്തിൽ. നമ്മുടെ സാന്നിധ്യം
മറ്റുള്ളവർക്കൊരു സ്വർഗാനുഭവം ഉണ്ടാകും. എൻ്റെ സാന്നിധ്യം എൻ്റെ കൂടെ ജീവിക്കുന്നവർക്ക് വിഷമത്തിൻ്റെ വേദനയുടെ സാന്നിധ്യമാണെങ്കിൽ നമ്മൾ അവനെ എത്രത്തോളം വേദനിപ്പിക്കുന്നുണ്ടാവും, അവൻ എത്രത്തോളം നമ്മളെ പ്രതി വിഷമിക്കുന്നുണ്ടാവും. പക്ഷേ നമ്മുടെ കൂടെ ജീവിക്കുന്ന ഓരോ വ്യക്തിക്കും നമ്മൾ കാരണം ഒരു സ്വർഗത്തിൻ്റെ അനുഭവം ഉണ്ടാവുകയാണെങ്കിൽ അതാണ് നമ്മുടെ ഏറ്റവും വലിയ ദൈവസ്നേഹ പ്രവൃത്തി എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്കിന്ന് തമ്പുരാനോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, മറ്റുള്ളവരെ സ്നേഹിക്കാൻ, അംഗീകരിക്കാൻ, എന്നെ തന്നെ അംഗീകരിക്കാൻ. ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ സ്നേഹിക്കേണ്ടതും അംഗീകരിക്കേണ്ടത് നമ്മളെ തന്നെയാണ്. നമ്മുടെ കുറവുകളെ, കഴിവുകളെ അതോടെ ഒരുമിച്ച് നമുക്ക് സ്നേഹിക്കാൻ പഠിക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ ചുറ്റുപാടുള്ള വ്യക്തികളെ നമുക്ക് സ്നേഹിക്കാം. അവരുടെ കുറവുകളോട് കൂടി അവർ സ്നേഹിക്കാം. ആയിരിക്കുന്ന സാഹചര്യങ്ങൾ അതെങ്ങനെയുള്ളതാവാം, നല്ലതാവാം, ചീത്തയാവാം, പക്ഷെ അതിനെ സ്വർഗമാക്കി മാറ്റാൻ വേണ്ടി പരിശ്രമിക്കുക. എങ്കിൽ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം അനുഭവിക്കുന്നവർ ഞാൻ നിങ്ങളൊക്കെ തന്നെയായിരിക്കും. തമ്പുരാൻ തൻ്റെ ആയിരുന്ന ജീവിതങ്ങളിൽ മറ്റുള്ളവരെ സ്നേഹിച്ചു, അലിവോടെ സ്നേഹിച്ചു. അതുകൊണ്ട് അവന്റെ ഹൃദയം തിരുഹൃദയമായിട്ട് മാറി. ഇപ്രകാരം ഈ തിരുഹൃദയത്തിന് ഈ തിരുനാൾ, ഈ വർഷത്തെ തിരുനാൾ നമ്മൾക്ക് ഓരോരുത്തർക്കും ഒരു തിരുഹൃദയ അനുഭവം, നമ്മുടെ ഒരു പ്രാർത്ഥന ചെയ്ത കർത്താവ് എൻ്റെ ഹൃദയം നിന്റെ ഹൃദയത്തിന് ഒത്തതാക്കി മാറ്റണമേ എന്ന്. അതൊരു ശരിക്കും സംഭവിക്കുക. നമ്മുടെ ഹൃദയങ്ങൾ തമ്പുരാൻ്റേതുപോലെ അലിവും സ്നേഹവും ദയവുമുള്ള ഒരു ഹൃദയമായി മാറുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് തമ്പുരാനോട് പ്രത്യേകം പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയോട് ചേർന്ന് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. തിരുഹൃദയത്തിന്റെ അമ്മയാവുക. തന്റെ ജീവിതത്തിൽ വേദനകളും ദുഃഖങ്ങളും വന്നപ്പോൾ ഒരിക്കലും പതറാതെ ദൈവഹിതം കണ്ടെത്തി ദൈവത്തിന്റെ ഹിതത്തിനൊത്ത് ജീവിച്ചവൾ. നമുക്കറിയാം, ദൈവം തന്റെ പുത്രൻ ഭൂമിയിലേക്ക് ജനിക്കുന്നു എന്ന മംഗളവാർത്ത മറിയത്തോട് പറഞ്ഞപ്പോൾ ഇരു കൈയും നീട്ടി അവളെ സ്വീകരിച്ചു. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കിന് നിറവേറട്ടെ എന്ന് പരിശുദ്ധ കന്യകാമറിയം പറഞ്ഞു. സ്വന്തം മകൻ കുരിശിൽ കിടന്ന് മരിക്കണ സമയത്ത് പോലും പരിശുദ്ധ അമ്മ താൻ പറഞ്ഞ വാക്കിൽ നിന്ന് അണുവിട അങ്ങടോ ഇങ്ങടോ മാറിയില്ല. പൂർണ്ണമായിട്ടും അതിനനുസരിച്ചു. വചനം പറഞ്ഞു വെക്കുന്നത് അവൾ കുരിശിനോട് നിൽക്കുകയായിരുന്നു എന്നാണ്. അവൾ വീണ് കിടന്ന് കരയുവാന്നല്ല പറഞ്ഞത്, അവൾ കുരിശിനോട് നിൽക്കുകയായിരുന്നു. അത്രയും ശക്തിയായ ഒരു വനിതയായിരുന്നു പരിശുദ്ധ കന്യകാമറിയം. ദൈവത്തിന് മുൻപിൽ അവൾ ധൈര്യപൂർവ്വം പിടിച്ചു നിന്നു. ജീവിതത്തിൽ എത്ര ഒരു മകൻ മുന്നിൽ നിന്ന് മരിക്കുന്ന കാണുമ്പോൾ ഒരു അമ്മയ്ക്ക് ഉണ്ടാകുന്ന വേദന എന്ന് പറയുന്നത്, അതും ഇത്രയും ക്രൂരമായൊരു മരണം മകനുണ്ടാകുമ്പോൾ അമ്മയുടെ വിഷമം എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. ഏതൊരു അമ്മയും അപ്പനും ആഗ്രഹിക്കുക, ഞാൻ മരിച്ചു കണ്ട് എൻ്റെ മകനോ മകളോ മരിക്കട്ടെ എന്നാണ്. അവൾ ജീവിച്ചിരിക്കുമ്പോൾ ഒരു മകൻ മകളോ മരിക്കുക എന്ന് പറയുന്നത് അപ്പനമ്മയ്ക്കും ഹൃദയം തകരുന്നതിനെ പോലത്തെ ഒരു വേദനയാണ്. ഈ ഒരു വേദനയോട് പരിശുദ്ധ അമ്മ പോയിട്ടും അവൾ നിൽക്കുകയായിരുന്നു, കുരിശിൻ്റെ നിൽക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവളെ തന്റെ പ്രേക്ഷിത പ്രവർത്തനം തുടർന്നു പോയി. ശിഷ്യന്മാരെല്ലാവരെയും കൂട്ടിയിട്ട് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി പരിശുദ്ധ അമ്മ തയ്യാറായി. ഇതേപോലെ ഒരു ചൈതന്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. തമ്പുരാനോട് ചേർന്ന് നിൽക്കാൻ, ജീവിതത്തിൽ ഏത് സാഹചര്യം ആവട്ടെ, അത് സുഖത്തിൻ്റെതാവാം ദുഃഖത്തിൻ്റെതാവാം, തമ്പുരാനെ മുറുകെ പിടിച്ച് തമ്പുരാനോട് ചേർന്ന് നിൽക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രത്യേകം തമ്പുരാനോട് പ്രാർത്ഥിക്കാം. തമ്പുരാനെ നമ്മൾ മാമോദീസ വഴിയൊക്കെ തമ്പുരാന്റെ മക്കളാണ്. ആ ഒരു ചൈതന്യത്തോടെ തന്നെ മരണം വരെ ജീവിക്കാൻ, ദൈവമക്കൾ എന്ന രീതിയിൽ തന്നെ മരണം വരെ ജീവിക്കാൻ, ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളും യുദ്ധം ചെയ്യാം. യുദ്ധം ചെയ്തതിന് നമ്മൾ ദൈവത്തെ ക്രിസ്ത്യാനികളാണെങ്കിൽ നമ്മൾ യുദ്ധം ചെയ്യേണ്ടി വരും. പാപത്തോട് യുദ്ധം ചെയ്യാണ്ട് ഒരിക്കൽ പോലും നമുക്ക് ജീവിക്കാൻ സാധിക്കില്ല. ഈ ഇതേപോലെ ഇപ്രകാരം പാപത്തോട് യുദ്ധം ചെയ്ത് ജീവിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ മരിച്ചു കിടക്കുമ്പോൾ അച്ഛൻ അടുത്തുവന്ന് പറയും, ഈ വ്യക്തി നല്ലോണം യുദ്ധം ചെയ്തു, നല്ലോണം ഓട്ടം ഓടി. അല്ലെങ്കിൽ എന്തിനാ അച്ഛനെ കൂടെ ചുമ്മാ നുണ പറയുന്നത്? അച്ഛൻ പറയും, ഒന്നും ചെയ്യാണ്ട് അച്ഛൻ മടങ്ങ് അടുത്തൊന്ന് പറയേണ്ടി വരില്ലേ, ഈ ആള് നല്ലോണം ഓട്ടം ഓടി, നല്ലോണം യുദ്ധം ചെയ്തു. നമുക്ക് യുദ്ധം ചെയ്യാം. നമ്മുടെ ജീവിതത്തോട് ഈ പാപം നിറഞ്ഞ ലോകത്തോട് തമ്പുരാനോട് ചേർന്ന് നിന്ന് ദൈവസ്നേഹത്തിന്റെ പരിചയം വാളുമൊക്കെ എടുത്തുകൊണ്ട് നമുക്ക് യുദ്ധം ചെയ്യാം. നമുക്ക് ഓടാം, തമ്പുരാന്റെ കൈ പിടിച്ച് നമുക്ക് ഓടാം സ്വർഗത്തിലേക്ക്. അതിനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് തമ്പുരാനോട് പ്രത്യേകം പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നിത്യപിതാപുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഈ നിമിഷം പ്രത്യേകമായിട്ട് നമുക്ക് ആരാധനയ്ക്കായിട്ട് ഒരുങ്ങാം. നമുക്ക് എല്ലാവർക്കും തമ്പുരാന്റെ മുന്നിൽ മുട്ടുകുത്താം. നമ്മളായിരിക്കുന്ന സ്ഥലങ്ങളിൽ തമ്പുരാന്റെ മുന്നിൽ നമുക്ക് ശാന്തമായിട്ടായിരിക്കാം. നമ്മളെ തന്നെ നമുക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു.
സ്തുതിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. സകല മാലാഖമാരോടും സകല വിശുദ്ധരോടും ചേർന്നുകൊണ്ട് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അങ്ങ് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അങ്ങ് തന്ന എല്ലാ സുഖദുഃഖങ്ങൾക്കും ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അങ്ങ് തന്നിട്ടുള്ള കഴിവുകൾക്കും കുറവുകളെ ഓർത്തും ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ മഹത്വം. തമ്പുരാന് വേണ്ടി മരണം വരെ വിശ്വാസത്തിൽ ചേർന്ന് നിൽക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഇന്ന് കൊറോണ വൈറസ് ബാധ മൂലം വേദന അനുഭവിക്കുന്ന എല്ലാവരെയും, ഒത്തിരി പേര് ഇന്ന് ഈ ലോകം വിട്ടു പോയിട്ടുണ്ട് കൊറോണയുടെ ബുദ്ധിമുട്ടുകൾ മൂലം, മരണം വഴി. അവരെല്ലാവരെയും നമുക്ക് തമ്പുരാനിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഒത്തിരി അച്ഛന്മാര്, ഒത്തിരി സിസ്റ്റേഴ്സ്, ഒത്തിരി അന്മാര്, അവരെല്ലാവരും ഈ കൊറോണ വൈറസ് ബാധ മൂലം മരണം വഴി നമ്മളിൽ വേർപിരിഞ്ഞപ്പെട്ടിട്ടുണ്ട്. അവരെല്ലാവരെയും നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ വ്യക്തിപരമായ എല്ലാ നിയോഗങ്ങളും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇപ്പൊ ഈ കൊറോണ കാലഘട്ടത്തിൽ വീടിന് പുറത്തിറങ്ങാൻ പറ്റാതെ വീടിന്റെ 4 ചുവരുകൾക്കുള്ളിൽ ബുദ്ധിമുട്ടി ജീവിക്കുന്ന ഒത്തിരി പേരുണ്ട്. അവരെല്ലാവരും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ നമ്മളോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ട ഒത്തിരി പേരുണ്ടാവാം. അവരെല്ലാം നമുക്ക് ദിവ്യകാരുണ്യത്തോട് ചേർത്ത് വയ്ക്കാം. നമ്മുടെ വേദനകളും ബുദ്ധിമുട്ടുകളും നമ്മെക്കാൾ നന്നായിട്ട് അറിയുന്ന ദൈവത്തിന്റെ മുന്നിലാണ് നമ്മൾ ഓരോരുത്തരായിരിക്കും. ആ ദൈവത്തിന്റെ മുന്നിലേക്ക് നമ്മളെ തന്നെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. മുഴുവനായിട്ട് നമുക്ക് വിട്ടുകൊടുക്കാം. പ്രകാരം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം എൻ്റെ ഹൃദയം അങ്ങ് തിരുഹൃദയത്തിന് ഒത്തതാക്കി ഇറങ്ങമേ നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. എൻ്റെ നിങ്ങളുടെ ഹൃദയങ്ങൾ തിരുഹൃദയം, നമ്മളായിരിക്കുന്ന ഇടങ്ങള് തിരുക്കുടുംബങ്ങൾ ആയി മാറാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സാന്നിധ്യം മറ്റുള്ളവന് ഒരു ദൈവാനുഭവത്തിന്റെ, ഒരു സ്വർഗീയ അനുഭൂതിയോടെ ഒരു സാന്നിധ്യമായിട്ട് മാറുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയോട് ചേർന്ന് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ, കുരിശിന്റെ ചുവട്ടിലും ജീവിതത്തിന്റെ ഏറ്റവും വലിയ ദുഃഖത്തിന്റെ മുന്നിലും പതറാതെ നിൽക്കാൻ പറ്റിയ പരിശുദ്ധ അമ്മേ, എൻ്റെ ജീവിതത്തില് എൻ്റെ വേദനകളുടെ, താങ്ങാൻ പറ്റാത്ത വിഷമങ്ങളുടെ, ദുഃഖങ്ങളുടെ മുന്നിലൊക്കെ നിൽക്കാൻ, പിടിച്ചു നിൽക്കാനുള്ള കൃപ എനിക്ക് നൽകി അനുഗ്രഹിക്കണമേ. കരുണയായ ഈശോയെ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, ഞാൻ അങ്ങയെ ആരാധിക്കുന്നു, ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. യേശുവെ സ്തുതി, യേശുവെ മഹത്വം, യേശുവെ ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. നമുക്ക് ഏറ്റുപാടാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. ഒരിക്കൽ കൂടെ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. അല്പനിമിഷം ശാന്തമായിട്ട് നമ്മുടെ വ്യക്തിപരമായ എല്ലാ നിയോഗങ്ങളെയും തമ്പുരാന്റെ മുന്നിലേക്ക് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ചില ജീവിതത്തിൽ തമ്പുരാനെ തള്ളിപ്പറയുന്ന നിമിഷങ്ങൾ ഉണ്ടാവാം. നമ്മുടെ കുറവുകളെ ഓർത്തിട്ട്, നമ്മുടെ ബലഹീനതകളെ ഓർത്തിട്ട്, ചിലപ്പോ തമ്പുരാനെ നീ എന്തിനെ സ്നേഹിക്കുന്നില്ല, നിനക്കെന്തെന്നെ വേണ്ടേ, എന്തിനാ എന്നെ ഇങ്ങനെ ജനിപ്പിച്ചേ എന്നൊക്കെ നമ്മൾ ചിന്തിച്ച സമയങ്ങളുണ്ടാവും. ഇത്രയധികം സ്നേഹിക്കുന്ന ദൈവത്തോട് നമ്മൾ ദൈവത്തെ കുറ്റപ്പെടുത്തിയ, ദൈവത്തെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തിയ നിമിഷങ്ങൾ ഉണ്ടാവും. അതിനെല്ലാം ദൈവത്തോട് നമുക്ക് മാപ്പ് അപേക്ഷിക്കാം.
ദൈവത്തിന്റെ സ്നേഹം ഒരു നിമിഷമെങ്കിലും നമ്മുടെ മേലില്ലായിരുന്നെങ്കിൽ നമ്മളെല്ലാവരും ഒരിക്കൽ പോലും ഈ ഭൂമിയിൽ ഇന്ന് ഈ നിമിഷം കാണില്ലായിരുന്നു. ഇപ്പോഴും നമ്മൾ ജീവിച്ചിരിക്കുന്നുവെങ്കിൽ അത് ദൈവത്തിന്റെ വലിയ കൃപയുടെയും അനുഗ്രഹത്തിന്റെയും പേരിൽ മാത്രമാണ്. അതുകൊണ്ട് നമുക്ക് ദൈവത്തോട് നന്ദി പറയാം. നന്ദിയുള്ള മനസ്സോടെ ആയിരിക്കാം. വന്നുപോയ തെറ്റുകൾക്കെല്ലാം ദൈവത്തോട് നമുക്ക് മാപ്പ് അപേക്ഷിക്കാം. നമ്മുടെ വാക്കുകളിലൂടെയോ പ്രവൃത്തികളിലൂടെയോ ആരെങ്കിലും മുറിപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെ എല്ലാം നമുക്ക് തമ്പുരാന്റെ മുന്നിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. തമ്പുരാനെ, എൻ്റെ വാക്കുകൾ, എൻ്റെ പ്രവൃത്തികൾ, എൻ്റെ സാന്നിധ്യം മൂലം ആരെങ്കിലും വേദനിക്കാൻ ഇടയായിട്ടുണ്ടെങ്കിൽ അവരെല്ലാം ഓർത്ത് ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അവരെ അനുഗ്രഹിക്കണമേ, അവരെ വിശുദ്ധീകരിക്കണം. അവരോട് ഞാൻ മാപ്പ് അപേക്ഷിക്കും. ദൈവമേ, അങ്ങയുടെ തിരുരക്തത്താൽ, അങ്ങനെ തിരുഹൃദയം ഒഴുകിയ രക്തത്താൽ അവരെ ഓരോരുത്തരെയും കഴുകി വിശുദ്ധീകരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ മാതാപിതാക്കളെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അവർ നമ്മോട് കാണിച്ച സ്നേഹം വളരെ വലുതാണ്. അതിന്റെ പേരിൽ അവരെ ഓരോരുത്തരെ തന്നെ തമ്പുരാന്റെ മുന്നിലേക്ക് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവത്തോട് നന്ദി പറയാം. ഇങ്ങനെ ഒരു അപ്പനെയും അമ്മയെയും തമ്മതിനെയും ഓർത്ത് ദൈവത്തോട് നമുക്ക് നന്ദി പറയാം. ദൈവത്തോട് ചേർന്നിരിക്കും. ഈ കൂട്ടായ്മയിലുള്ള ഓരോ അംഗങ്ങളെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പലവിധ സാഹചര്യങ്ങളിലായിരിക്കുന്ന, പലവിധ അവസ്ഥകളിലായിരിക്കുന്ന ഈ കൂട്ടായ്മയിലെ ഓരോ അംഗങ്ങളെയും നമുക്ക് തമ്പുരാനിലേക്ക് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവമേ, അവരെ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കണമേ. കത്തോലിക്കാ സഭയെ നമുക്ക് ചേർത്ത് വയ്ക്കാം. പരിശുദ്ധ പാപ്പായെയും എല്ലാ മെത്രാന്മാരെയും എല്ലാ വൈദികരെയും സന്യാസികളെയും എല്ലാ ആത്മായരെയും നമുക്ക് തമ്പുരാന്റെ മുന്നിലേക്ക് ചേർത്ത് വയ്ക്കാം. എല്ലാ മിഷനുകളെയും നമുക്ക് തമ്പുരാന്റെ മുന്നിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. മിഷൻ പ്രവർത്തനങ്ങളെയും കർത്താവിന്റെ ആശീർവാദത്തിനായി നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം. തമ്പുരാൻ ഇന്ന് നിന്റെയും എന്റെയും തലക്ക് മുകളിലേക്ക് തന്റെ വലതുകരം നീട്ടുമ്പോൾ നമുക്ക് നമ്മുടെ എല്ലാ നിയോഗങ്ങളും തമ്പുരാന്റെ മുന്നിലേക്ക് ചേർത്ത് വയ്ക്കാം. ദൈവമേ, ഞാൻ എന്നെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുകയും എന്നോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ട ഓരോ വ്യക്തികളെയും ഞാൻ നിന്റെ മുന്നിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഞാൻ മറന്നുപോയാലും അവരാരെയും മറക്കാത്ത, അവരുടെ നിയോഗങ്ങൾ ഒരിക്കൽ പോലും മറക്കാത്ത ദൈവമേ, അവരെ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കണമേ. അവരുടെ നിയോഗങ്ങളും പ്രാർത്ഥന ആവശ്യങ്ങളും അങ്ങ് ഏറ്റെടുത്ത് സാധിച്ചു കൊടുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നത അപ്പം നീ, നിത്യമഹോന്നത അപ്പം നീ. മാനവരേ മോദമോടെ നാഥനെ വാഴ്ത്തി പാടിടുവിൻ, ദൈവത്തിൻ പരിപാവനമാ സന്നിധി ചേർന്നു വണങ്ങിടുവിൻ, സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. സ്വർഗത്തിൽ നിൻ ആഗതമാ ജീവൻ നൽകുമൊരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം നീ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും
മർത്യനു നീ മോചനമേകി സകലേശാദിവ്യ കടാക്ഷം തൂഗണമേ വത്സലസുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ നൽകണമേ ദിവ്യവരങ്ങൾ. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധ പരമാദിവികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എല്ലാവർക്കും ഈശ്വംസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുഹൃദയത്തണലിൽ വിരിയും പനിനീർപ്പൂത്തിരികൾ നിറഞ്ഞ സ്നേഹത്തളിരുകളിൽ പ്രഭാതം വിടരാൻ മിഴിനീട്ടി പ്രകാശം കാണാൻ കാത്തുനിൽപ്പൂ. തിരുഹൃദയത്തണലിൽ വിരിയും പനിനീർപ്പൂത്തിരികൾ നിറഞ്ഞ സ്നേഹത്തളിരുകളിൽ പ്രഭാതം വിടരാൻ മിഴിനീട്ടി പ്രകാശം കാണാൻ കാത്തുനിന്നു. സ്നേഹപ്പന്തലിൽ പടർന്നിടാം മോഹന സ്വപ്നം മലരണിയാ. സ്നേഹപ്പന്തലിൽ പടർന്നിടാം മോഹന സ്വപ്നം മലരണിയാം. ജീവജലത്തിൽ പൂത്തു നിൽക്കും താമരയാണിൻ ചേതനയിൽ. ജീവജലത്തിൽ പൂത്തു നിൽക്കും താമരയാണിൻ ചേതനയിൽ. തിരുഹൃദയത്തണലിൽ വിരിയും പനിനീർപ്പൂത്തിരികൾ നിറഞ്ഞ സ്നേഹത്തളിരുകളിൽ പ്രഭാതം വിടരാൻ മിഴിനീട്ടി പ്രകാശം കാണാൻ കാത്തുനിന്നു. പുഷ്പവസന്തം തളിർക്കവേ പൂജാമലരുകൾ വിടരുകയാ. പുഷ്പവസന്തം തളിർക്കവേ പൂജാമലരുകൾ വിടരുകയായി. ഹൃദയസുമങ്ങൾ കാഴ്ചയായി പാവനമാമീ സന്നിധിയിൽ. ഹൃദയസുമങ്ങൾ കാഴ്ചയായി പാവനമാമീ സന്നിധിയിൽ. തിരുഹൃദയത്തണലിൽ വിരിയും പനിനീർപ്പൂത്തിരികൾ നിറഞ്ഞ സ്നേഹത്തളിരുകളിൽ പ്രഭാതം വിടരാൻ മിഴിനീട്ടി പ്രകാശം കാണാൻ കാത്തുനിന്നു. ഈ ധ്യാനത്തിൽ പങ്കെടുക്കുവാൻ ദർശന ക്ലബ് എന്ന യൂട്യൂബ് ചാനലിൽ അല്ലെങ്കിൽ www.darshanaclub.org എന്ന വെബ്സൈറ്റിൽ പ്രവേശിച്ച് കാണാവുന്നതാണ്. അഥവാ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഉടൻ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും.